ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും ആയുഷ് മിഷൻ കേരളയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ പത്തനംതിട്ട ഡയറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 18/7/2024 രാവിലെ 10:30 മുതൽ 1 മണി വരെയാണ്. ഇനി ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ SSLC പാസ്സായിരിക്കണം. കൂടാതെ ITI ഇലക്ട്രീഷ്യനിലുള്ള NCVT സർട്ടിഫിക്കറ്റും റെലവൻറ്റ് ഫീൽഡിലുള്ള 1 ഇയർ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടാതെ റെലവൻറ്റ് ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. SC ST OBC വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. മന്ത്ലി റെമ്യൂണറേഷൻ 21,000 രൂപയാണ് ലഭിക്കുക. 3 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. പത്തനംതിട്ട ഡയറിയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പത്തനംതിട്ട തട്ടയിലുള്ള മിൽമ ഡയറിയിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് നാഷണൽ ആയുഷ് മിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നാഷണൽ ആയുഷ് മിഷൻ പാലക്കാട് ജില്ലയിലെ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് 22/7/2024 വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പാലക്കാട് കൽപ്പാത്തി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. ആദ്യം തെറാപ്പിസ്റ്റ് തസ്തികയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ 10 മണിക്കാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് കേരള സർക്കാർ DME അംഗീകരിച്ച തെറാപ്പിസ്റ്റ് കോഴ്സാണ്. ശമ്പളം 14,700 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി വരുന്നത് 6/7/2024 40 വയസ്സ് കവിയരുത്. അടുത്തത് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ 11 മണിക്കാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ്. കൂടാതെ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ശമ്പളം 15,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 6/7/2024 40 വയസ്സ് കവിയരുത്. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ പരമാവധി 10 വർഷം വരെ ഇളവ് ലഭിക്കുന്നതാണ്. അടുത്തത് ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി അല്ലെങ്കിൽ നഴ്സ് കം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. ശമ്പളം 14,700 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി 6/7/2024 40 വയസ്സ് കവിയരുത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ കോട്ടയം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം യോഗ ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും യോഗയിലുള്ള BNYS അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MPhil ആണ്. അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1 ഇയർ ഡ്യൂറേഷനിലുള്ള PG ഡിപ്ലോമ ഇൻ യോഗ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1 ഇയർ ഡ്യൂറേഷനിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. അപ്പോൾ എല്ലാ ക്വാളിഫിക്കേഷനും ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 20/7/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 17,850 രൂപയാണ് ലഭിക്കുക. അടുത്തത് യോഗ ഇൻസ്ട്രക്ടർ AHWC പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1 ഇയർ ഡ്യൂറേഷനിലുള്ള PG ഡിപ്ലോമ ഇൻ യോഗയാണ്. അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1 ഇയർ ഡ്യൂറേഷനിലുള്ള യോഗയിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൽ നിന്നുമുള്ള ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സ് വരെയാണ്. 20/7/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 14,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ
വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BSc MLT അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമുള്ള DMLT ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 20/7/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 14,700 രൂപയാണ് ലഭിക്കുക. അടുത്തത് മൾട്ടിപർപ്പസ് വർക്കർ കം ക്ലീനർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 20/7/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 10,500 രൂപയാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴിയോ നേരിട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം ഇത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ്, നാഷണൽ ആയുഷ് മിഷൻ, വൈസക്കര, കോട്ടയം 686001 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വർക്കിംഗ് ഡേയ്സിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20/7/2024 വരെയാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ആപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. 20ൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ ഒരു റിട്ടേൺ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.